ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്കില് ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണി മൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണി മൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെയാണ്. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ മീഡിയ കേക്ക് ഞാൻ പറയുന്നത്, ഇത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളിൽ, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിനെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ണി മുകുന്ദൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ ഇനി കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞില്ല. സീരിയസ്ലി നല്ല, കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കയറി സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ. ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഉണ്ണിമുകുന്ദൻ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നം തന്നെ. എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഒരാൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയയെ കൊണ്ടുപോയിട്ട് ഞാൻ എന്താ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിനെ തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, ഓക്കെ, നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്കില് ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണി മൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണി മൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെയാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കണമെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടല്ലോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ടിന്റെ പേര് ഫേക്കാണ്. പക്ഷെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്, ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. നമ്മൾ ഒരു ടീമിന് PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് ആരൊക്കെയാണ് എല്ലാവർക്കും അറിയാലോ. മെയിൻ PROs അവർക്കറിയാം. അവർ കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ ഈ കണ്ട ചാത്തൻ അണ്ടർ അടകൂടാൻ പോസ്റ്റുകൾ വരുന്ന എല്ലാ പേജുകളിലും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്. ഇതൊരു വ്യക്തിയല്ലാന്ന് എനിക്ക് അറിയാം, ഇതൊരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്ററുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. അടുത്തുള്ള എംപ്ലോയീസ് അങ്ങനെന്തോ പറയേണ്ട ഒരു ഇത് B4 പ്ലേസ് ലവ്, ഇങ്ങനെ ആളുകൾ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ എനിക്ക് ഇത്രയും മീഡിയ ഉണ്ട്, എത്ര പേര് എന്നെ വിളിച്ചോണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, അഭിലാഷയുടെ പ്രതികരണം വന്നു, ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു? ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ സ്റ്റോറി, ഇന്ന് രാവിലെയാണ് വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി ഇടുന്നത്, ട്രൂത്ത് വിൽ വി വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR പറ്റി പറഞ്ഞ, PR പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറയുന്നത് ചെയ്തോ, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. ഇത് തുടക്കം മുതൽ ആ സിനിമ ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ണി പല സ്ഥലത്തും പ്രത്യക്ഷത്തിലും അല്ലാതെയും പറയുന്ന ഒരു കാര്യമുള്ളത് ഉണ്ണിയാ ഡയറക്റ്റ് എന്നുള്ളത്. ഇത്രയും നാൾ ഞങ്ങളത് പബ്ലിക് ഫോറത്തിൽ പറയുന്നത് വെച്ചാൽ ഇതങ്ങ് കഴിയട്ടെ എന്ന് കഴിഞ്ഞാൽ. കാരണം സുമതിയോട് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തുറന്നു പറയാം, ഇപ്പൊ വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ മാളികപ്പുറം പോലെ വിജയം കഴിഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിനോട് പേര് പടം ചെയ്തത്? എനിക്കിവിടെ വേറെ എത്രയോ ഡയറക്ടേഴ്സ് എന്നോട് കഥ ചോദിക്കാറുണ്ട്, എത്രയോ പ്രൊഡ്യൂസർ ചോദിക്കാറുണ്ട്. എനിക്ക് അവനെ വിശ്വാസമുള്ളതുകൊണ്ടും അവന് ഈ പണി അറിയാവുന്നവരോടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാളികപ്പുറം ഉണ്ണി മൂന്നും ഡയറക്ട് ചെയ്തത്. അപ്പൊ സുമതിയോട് ആരെ ഡയറക്ട് ചെയ്തത്? അർജുന അശോകനോ? അല്ല, അർജുനോട് ചോദിക്കാമല്ലോ. ഈ പടം സുമതിയോട് ഡയറക്ട് ചെയ്ത ഡയറക്ടർ അല്ലേ, അർജുനെ ചോദിച്ചാൽ പറയും ഇവന് പണി അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ച സൈജു ചേട്ടൻ അടക്കം ജീവിച്ചിരിപ്പുണ്ട്, സൈജു ചേട്ടന് ചോദിച്ചാൽ പോലെ ആരാ ഡയറക്ട് ചെയ്തെന്ന്. അല്ലെങ്കിൽ വേണ്ട, ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോ യൂട്യൂബിലാണ്, നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. എത്രയോ ദിവസം മേക്കിംഗ് വീഡിയോസ് കൊളാബ് ചെയ്തിട്ടേക്കുന്നത്, അതിലൊക്കെ നോക്ക് ആരാ ഡയറക്ടർ നോക്ക്. ഒരു സീൻ എടുക്കുമ്പോൾ വന്ന് അഭിപ്രായം പറയുന്ന ആള് ഡയറക്ടർ ആണെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ സംവിധാനം ഡയറക്ടർ, എല്ലാ നടന്മാരും ഡയറക്ടേഴ്സാണ്. എല്ലാവരും അഭിപ്രായം പറയും. ഞാൻ പോയി അഭിപ്രായം പറയാറുണ്ട്, അസോസിയേറ്റ് പറയണം, ഞങ്ങളാണോ ഡയറക്ടേഴ്സ്? ഇത് ഞാൻ പറയുന്നത് ഈ മാളികപ്പുറത്തിന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ണി പോയി സഹായം കൊടുക്കുന്നു, എല്ലാം ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ തന്നെ പടങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാശ് മേടിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ, എന്താ അവരെ സഹായിക്കാതെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിയെ സഹായം കൊടുത്തതെന്നാണോ നിങ്ങളുടെ വിചാരം?